സൗദി അരാംകോ എണ്ണപ്പാടം ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി മുതൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഇതുവരെ 29 ആക്രമണങ്ങൾ ഉണ്ടായതായി പ്രതിരോധ സേന അറിയിക്കുന്നു. ഇതോടൊപ്പം റിയാദിലെ US കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ഉണ്ടായി. ആഗോള വിപണിയിലേക്ക് പ്രകൃതിവാതക വിതരണം നിർത്തിവച്ചത് US-നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണെന്ന ഇസ്രായേൽ റിപ്പോർട്ടുകൾ ഖത്തർ തള്ളിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ഉയരുന്നതിനിടെ ഗൾഫ് വിപണിയും സമ്മർദ്ദത്തിലാണ്. യുദ്ധം പടരുന്നതിനിടെ പാക് പ്രധാനമന്ത്രി സൗദിയിലെത്തി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തി. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, ഇന്നലെയും ആക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ലാത്ത ദിവസം തന്നെയായിരുന്നു. പക്ഷേ പഴയതുപോലെയുള്ള വലിയ വ്യാപക നാശനഷ്ടം വിതയ്ക്കാനുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ഇവിടെയൊക്കെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. അതിന്റെ ഒരു പ്രതിഫലനം, ഒപ്പം തന്നെ അതിന്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമൊക്കെ എന്താണ് GCCയിൽ നിലവിൽ? ജിൽസി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫിലേക്കുള്ള ആക്രമണങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ ചില രാജ്യങ്ങളിലേക്കുള്ളത് കുറവുണ്ട്. പക്ഷേ സൗദി അറേബ്യയിലേക്ക് കാര്യമായി മാറ്റമൊന്നുമില്ല. ഇന്നിപ്പോൾ ജിൽസി പറഞ്ഞത് 29 എന്നാണ്. പക്ഷേ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 35 എന്നുള്ളതാണ്. ഏതാനും ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. പക്ഷേ പരിക്കുകൾ, കാഷ്വാലിറ്റി, ഇത്തരം സംഗതികളിൽ കുറവ് കൃത്യമായി ഉണ്ട് താനും. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാര്യമായി ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിലവ് വർദ്ധിപ്പിക്കുക എന്നൊരു പോളിസിയുടെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞു ഡ്രോണുകൾ തകർക്കാൻ വേണ്ടി ഏതാണ്ട് 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് ഒരു ഡ്രോൺ തകർക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് വരുന്ന ചിലവ്. ഇത് തന്നെയാണ് ഈ ചെറിയ ഡ്രോൺ ആക്രമണം വഴി ഇറാൻ ലക്ഷ്യമിടുന്നതും. പക്ഷേ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം അത് ഭീമമായി തന്നെ തുടരുകയാണ്. ഇനി ആക്രമണത്തിന്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഗൾഫിലേക്കുള്ള ആക്രമണം കുറയുന്ന ഘട്ടങ്ങളിൽ ഇസ്രായേലിലേക്കും US കേന്ദ്രങ്ങളിലേക്കും മറ്റു US കേന്ദ്രങ്ങളിലേക്കുമുള്ള ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാനും കഴിയും. ഇന്നിപ്പോൾ അല്പം മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഇറാഖിലെ ഇർബിലിൽ അവിടെയുള്ള US താവളം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് ഒരു സൈനികന്റെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് സൈനികന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതിൽ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നത് ചില സൈനികർ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് ഒരാളല്ല, അവരുടെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. മാത്രവുമല്ല നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ വളരെ പ്രിസൈസ് ആയി, വളരെ കൃത്യമായി, വളരെ പിൻ പോയിന്റ് ആയി ആക്രമണം നടത്താൻ ഇറാൻ ഈ 13ാം ദിവസത്തിലും സാധിക്കുന്നുണ്ട്. ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് റഷ്യയുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് റഷ്യ തുടക്കത്തിലും ഇപ്പോഴും ഭാവിയിലും തങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിലും പ്രിസൈസായി ആക്രമണം നടത്തുന്നതിലും ഇറാന് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്ര കൃത്യമായ ആക്രമണത്തിലൂടെ സൈനികരെ ലക്ഷ്യം വെക്കുവാനും അവരെ വധിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫ്രഞ്ച് സൈനികരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് തൊട്ടു പിന്നാലെ ഇസ്രയേലിനകത്തേക്ക് നടന്ന വിവിധ ആക്രമണങ്ങളിൽ ഏതാണ്ട് 20ഓളം പേർക്ക് പരിക്കേറ്റാനുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. ഇന്നലെയും ഏതാണ്ട് 150ഓളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് പോയത്. എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അവരുടെ ഡിഫൻസ് സംവിധാനങ്ങൾ പരമാവധി ഡിപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ശോഷിപ്പിക്കുക എന്ന സ്വഭാവത്തിൽ ആക്രമണം നടക്കുമ്പോൾ ഇസ്രായേലിനകത്തേക്കും US കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നത് ഈ ഹോർമൂസിലെ സംഘർഷം തന്നെയാണ്. കാരണം നമുക്കറിയാം സൗദി അറേബ്യ ഒഴികെയുള്ള ഏതാണ്ട് നമ്മൾ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ഇറാഖ്, UAE, ഒപ്പം തന്നെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ വ്യാപാര കേന്ദ്രം കൂടി മേഖല കൂടിയാണ് ഈ ഹോർമുസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ UAE-യുടെയും ഖത്തറിന്റെയും ഒപ്പം തന്നെ ഇറാഖിന്റെയും എല്ലാം തന്നെ ഏക കടലിലേക്കുള്ള പാത കൂടിയാണ് ഈ ഹോർമൂസ്. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി ഇപ്പോഴും എണ്ണവില കുറയും എന്ന് ട്രംപ് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. US-ലെ മിഷിഗൺ സെനഗോഗിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാനുള്ള ശ്രമത്തിൽ പ്രതി ലബനൻ സ്വദേശിയായ അയ്മൻ മുഹമ്മദ് ഗസാലി എന്നുള്ള പോലീസിന്റെ ഒരു കണ്ടുപിടുത്തം കൂടിയുണ്ട്. അതിനായി ഇസ്രായേൽ ആക്രമണത്തിൽ കുടുംബം നഷ്ടപ്പെട്ട ആളാണ് ഗസാലി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. അതിന്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നിലവിൽ? ജിൽസി, ഈ ആക്രമണം നടന്നത് ഇന്നലെയാണ്. അത് US മാധ്യമങ്ങൾ തന്നെ ആ സമയം റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് FBI ഉൾപ്പെടെ ഇതിലേക്ക് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഇടിച്ചു കയറ്റിയ വാഹനത്തിലുള്ള പ്രതിയെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നിരുന്നു എന്നുള്ളതാണ് US മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇതിലെ പ്രതി ഈ ഗസാലി ലെബനാൻ സ്വദേശിയാണ്. ഏതാണ്ട്
3 വർഷം മുമ്പാണ് അദ്ദേഹം ക്ഷമിക്കണം 2011 മറ്റാണ് അദ്ദേഹം US-ലേക്ക് എത്തിയത് എന്ന് കരുതുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുടുംബം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ലെബനനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം ഒരു പക്ഷേ ദൂരവ്യാപകമായ പ്രത്യാഘാതം പാശ്ചാത്യ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുമെന്ന് US-ലെ തന്നെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെല്ലാം ചൂണ്ടിക്കാട്ടി. അതിന് പ്രധാനപ്പെട്ട കാരണം സിവിലിയന്മാർക്ക് നേരെ നടക്കുന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പ്രത്യാഘാതം, അതിന്റെ സുരക്ഷാ ഭീഷണി ലോകത്തുടനീളം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതും വിവിധ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഈ യുദ്ധസമയത്ത് സൂചിപ്പിച്ചിരുന്നതാണ്. ജിൽസി. ശരി, അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.